നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുതി ട്രാൻസ്ഫോർമർ പ്രവൃത്തി പൂർത്തിയാകുവാൻ വൈകുമെന്ന് KSEB. സഹിക്കുക തന്നെ വേണമെന്ന് അധികൃതർ. നിയമങ്ങൾ പാലിച്ചാൽ അപകടമരണങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് ഗതാഗത കമ്മീഷണർ ഋഷിരാജ് സിംഗ്. സംസ്ഥാനത്ത് റോഡപകടങ്ങൾ കുറഞ്ഞതായും ഋഷിരാജ് സിംഗ്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാബു കുര്യാക്കോസ് അറസ്റ്റിൽ. കാസർഗോഡ് മംഗലാപുരം ഭാഗങ്ങളിൽ നടന്ന 20ഓളം പ്രമാദമായ കവർച്ചാ കേസുകളിൽ തുമ്പുണ്ടായേക്കും. BJPയുടെ സമുന്നത നേതാവ് KG മാരാറിന് അനുസ്മരണം. BJPയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. വൈദ്യുതി പോസ്റ്റ് വാടക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റർമാർ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. ഏപ്രിൽ 29 മുതൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും. വാർത്തകൾ വിശദമായി. ഏപ്രിൽ 30 വരെ സഹിക്കുക തന്നെ വേണമെന്ന് KSEB. ട്രാൻസ്ഫോർമർ പ്രവൃത്തി അതിവേഗം തീർക്കുവാൻ കഴിയില്ലെന്നും ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിദ്യാനഗർ 110 kV സബ്സ്റ്റേഷൻ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അവിടെയുള്ള 10 MVA ട്രാൻസ്ഫോമർ മാറ്റി പുതിയ 20 MVA ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന ജോലിയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. പഴയ ട്രാൻസ്ഫോമർ 110 kV ലൈനിൽ നിന്നും വേർപെടുത്തി അനുബന്ധ ഉപകരണങ്ങൾ അഴിച്ചുമാറ്റുന്ന ജോലി 23/4 പൂർത്തിയായത്. 24 ഈ ട്രാൻസ്ഫോമർ തലസ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുണ്ട്. പുതിയ 20 MVA ട്രാൻസ്ഫോമർ ഫൗണ്ടേഷനിലെത്തിക്കുന്ന ജോലിയാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ റെയിൽ പാളത്തിൽ ഇഞ്ചിഞ്ചായി നിരക്കി നീക്കിയാണ് ഈ ട്രാൻസ്ഫോമർ അവിടെ എത്തിക്കുന്നത്. ട്രാൻസ്ഫോമറിന് കേടുവരാതെ അവിടെ എത്തിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ 30 വരെ ജനങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും KSEB ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിച്ചു. 10 MVA ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ഞങ്ങൾ ആ 20 MVA ട്രാൻസ്ഫോമർ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇറ്റ് വിൽ ടേക്ക് ഇപ്പോൾ നാളെ രാവിലെ വരെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടെന്ന് നാളെ രാവിലെ വരെ കൊണ്ട് അത് തീരുള്ളൂ. വിദ്യാനഗർ സബ്സ്റ്റേഷനിൽ നിന്ന് നമുക്ക് 8 ഫീഡറുകൾ ഉണ്ട്. ആ 8 ഫീഡറുകളിൽ 2 ഫീഡറുകളിൽ നമുക്ക് മറ്റു വിധത്തിൽ ഉള്ള ഫീഡറുകളിലേക്ക് മറ്റ് സ്ഥലത്തുനിന്ന് സപ്ലൈ കൊണ്ടുവന്ന് നമുക്കിത് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ 2 ഫീഡറുകൾ ഞങ്ങൾ ഒഴിവാക്കി. ബാക്കിയുള്ള 6 ഫീഡറുകളിൽ 1 മണിക്കൂർ വീതം. കാരണം നേരത്തെ ഉണ്ടായിരുന്ന 20 MVA നമ്മൾ 10 MVA കൊണ്ട് മീറ്റ് ചെയ്യേണ്ടി വരും. 20 MVA ലോഡ് 10 MVA ഒറ്റ ട്രാൻസ്ഫോർ കൊണ്ട് മീറ്റ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ ഓൺ ചെയ്യുകയും മറ്റേ ഫീഡർ 1 മണിക്കൂർ കൊടുക്കുകയും അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ടേ അത് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ 1 മണിക്കൂർ നമുക്ക് ഈ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നത്. ഇതിപ്പോൾ 29-ാം തീയതി രാത്രി അല്ലെങ്കിൽ 30-ാം തീയതി ഒരു ഉച്ചയോടുകൂടി അത് എല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഉണ്ടാകുന്ന ഈ വോൾട്ടേജിൻ്റെ പ്രശ്നമൊക്കെ പരിധിവരെ കുറയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ട്രാൻസ്ഫോമർ ഫൗണ്ടേഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ ഘടിപ്പിക്കാനും ടെസ്റ്റ് ചെയ്യാനും 1 ദിവസം ആവശ്യമാണ്. അതിനുശേഷം 13,500 ലിറ്റർ ട്രാൻസ്ഫോമർ ഓയിൽ പുതിയ ട്രാൻസ്ഫോമറിൽ ഫിൽറ്റർ സർക്കുലേഷൻ നടത്തി ഈർപ്പരഹിതമാണെന്ന് ഉറപ്പുവരുത്തണം. അത് 72 മണിക്കൂർ ചെയ്ത ശേഷം മാത്രമേ പ്രസ്തുത ട്രാൻസ്ഫോമർ ഗ്രിഡിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രവൃത്തി ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. ഏപ്രിൽ 30-ന് ജോലി പൂർത്തീകരിക്കാൻ ശ്രമിക്കും. അതുവരെ ഇപ്പോഴുള്ള വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരും. ഈ സബ്സ്റ്റേഷനിൽ നിന്നും 8 ഫീഡറുകൾ വഴിയാണ് നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും വൈദ്യുതി എത്തിക്കുന്നത്. അതിൽ ചെറുക്കള, ബദിയടുക്ക എന്നീ ഫീഡറുകളിലേക്ക് മറ്റ് സബ്സ്റ്റേഷനിൽ നിന്നും പകരം സംവിധാനം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പുതിയ ബസ് സ്റ്റാൻഡ്, ചമ്മനാട്, കിൻഫ്ര, കെൽ, കാസർഗോഡ്, മൊഗ്രാൽ എന്നീ ഫീഡറുകളിലാണ് 1 മണിക്കൂർ ഇടവിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം ഉള്ളത്. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരായ വിപിൻ ചന്ദ്രൻ, സുനിൽ ജോയി, അബ്ദുൽ ഖാദർ, നാഗരാജ് ഭട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നിയമങ്ങൾ പാലിച്ചാൽ അപകടമരണങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് ഗതാഗത കമ്മീഷണർ ഋഷിരാജ് സിംഗ് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഇരുചക്ര വാഹന യാത്രക്കാരും ഹെൽമറ്റ് ധരിച്ചാൽ സംസ്ഥാനത്ത് 95% അപകടങ്ങളും ഒഴിവാക്കാനാകും. ഹെൽമറ്റ് സ്ട്രാപ്പ് നിർബന്ധമായും ഉപയോഗിക്കണം. ഹെൽമറ്റിന് പകരം പ്ലാസ്റ്റിക് തൊപ്പികളും മറ്റും ധരിച്ച് യാത്ര ചെയ്യുന്നവർക്കെതിരെ ഹെൽമറ്റ് ഇല്ലാത്തവർക്കുള്ള പിഴ തന്നെ ഈടാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സർക്കാർ തന്നെ ഒരു ഓരോ വാഹനത്തിന്റെ സ്പീഡ് കേരള സർക്കാർ തീരുമാനിച്ചു. റൂൾ 112 ഓൾ ഇന്ത്യ മോട്ടോർ വെഹിക്കിൾ ആക്ട്. റൂൾ 112 ഓൾ ഇന്ത്യ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ കേന്ദ്ര സർക്കാർ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് നമ്മളോട് എല്ലാ സംസ്ഥാനങ്ങളോടും ഒരു അവകാശം കൊടുത്തിരിക്കുകയാണ്.
തങ്ങളുടെ സംസ്ഥാനത്തിലുള്ള ഡെൻസിറ്റി എത്ര വാഹനങ്ങൾ കൂടുതലാണെങ്കിൽ, ജനങ്ങൾ കൂടുതലാണെങ്കിൽ, റോഡ് മോശമാണെങ്കിൽ, ഏത് കാരണം എന്തു കാരണം ഉണ്ടാവും, ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങളുടെ സംസ്ഥാനത്തിൽ തങ്ങൾക്ക് സ്പീഡ് വേണമെങ്കിൽ കുറയ്ക്കാം. സ്പീഡ് കൂട്ടാനുള്ള അവകാശം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയാണ്, സ്പീഡ് കുറയ്ക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന്റെയാണ്. പ്രായപൂർത്തിയാകാത്തവർ വാഹനമോടിച്ചതിന് പിടികൂടിയാൽ വാഹനത്തിന്റെ RC ബുക്ക് ഉടമക്കും കുട്ടിയുടെ മാതാപിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് നൽകും. ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് റോഡപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. ഗതാഗത വകുപ്പിന്റെയും പോലീസിന്റെയും നടപടികളെ തുടർന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ സംസ്ഥാനത്ത് 150 റോഡപകട മരണങ്ങൾ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. 166 ആളുകൾ ദിവസേന റോഡപകടത്തിൽ മരിക്കുന്നുവെന്നാണ് കണക്ക്. റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാൽ വാഹനാപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. RTO പ്രകാശ് ബാബു, AR ക്യാമ്പ് ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന CK വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കുപ്രസിദ്ധ മോഷ്ടാവ് കോട്ടയം സ്വദേശി ബാബു കുര്യാക്കോസ് ഉപ്പളയിൽ അറസ്റ്റിലായി. പോലീസ് നടത്തിയ രഹസ്യ നീക്കമാണ് 20-ലേറെ കേസുകളിലെ പ്രതിയായ കുര്യാക്കോസിനെ കുടുക്കിയത്. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വലയിലായിരുന്നു. DYSP TP രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുമ്പള CI KP സുരേഷ് ബാബു, മഞ്ചേശ്വരം ASI വിജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനീഷ്, സുനിൽ എബ്രഹാം, ഷാജു, പ്രദീപ് ചവറ എന്നിവരും സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. കുര്യാക്കോസ് പിടിയിലായതോടെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലും മംഗലാപുരത്തും സമീപകാലത്ത് നടന്ന നിരവധി കവർച്ചാ കേസുകൾക്ക് തുമ്പുണ്ടാകുമെന്നാണ് സൂചന. നിരവധി കവർച്ചാ കേസുകളിൽ വിവിധ വകുപ്പുകളിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന കുര്യാക്കോസ് അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം പഴയ കൂട്ടാളികളെ തിരഞ്ഞുപിടിച്ച് വീണ്ടും കവർച്ചാ പരമ്പരകൾ തന്നെ ഇയാൾ നടത്തിവരികയായിരുന്നു. വീട്ടു കവർച്ചകളിലും ക്ഷേത്രം കവർച്ചകളിലും കുപ്രസിദ്ധി നേടിയ കുര്യാക്കോസ് നേരത്തെ ഒരു തവണ കാസർകോട്ട് അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ കവർച്ച നടന്ന വീടുകളിൽ നിന്നും ലഭിച്ച തെളിവുകളുടെയും വിരലടയാളങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണവും തുടർന്ന് നടത്തിയ രഹസ്യ നീക്കവുമാണ് 63-കാരനായ കുര്യാക്കോസിനെ കുടുക്കിയത്. കാസർഗോഡ് ഏത്തടുക്ക, പെർള, കാട്ടുകുക്കെ, മുണ്ട്യത്തടുക്ക, ബായാർ, ഭട്ടിപ്പതവ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ നിരവധി വീടുകളിൽ കവർച്ച നടത്തിയത് കുര്യാക്കോസാണെന്നാണ് സംശയിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുങ്കതകട്ടയിൽ നടന്ന ജ്വല്ലറി കവർച്ചയിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഏത്തടുക്ക PHCയിലും പോർക്കാടി പഞ്ചായത്ത് ഓഫീസിലും നടന്ന കവർച്ചകൾക്ക് പിന്നിലും കുര്യാക്കോസാണെന്നാണ് സംശയിക്കുന്നത്. മംഗലാപുരം കേന്ദ്രീകരിച്ചും പഴയ കൂട്ടാളികളുടെ സഹായത്തോടെ കുര്യാക്കോസ് കവർച്ചകൾ നടത്തിയിരുന്നു. നിരവധി ക്ഷേത്രം കവർച്ചകളിലും കുര്യാക്കോസിന്റെ പങ്ക് പോലീസ് അന്വേഷിച്ചു വരികയാണ്. വെള്ളിയാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്തതോടെ 4 മാസത്തിനുള്ളിൽ കാസർഗോഡ്, മംഗലാപുരം ഭാഗങ്ങളിൽ നടന്ന 20-ലധികം കേസുകൾക്കാണ് തുമ്പുണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. BJPയുടെ സമുന്നതനായ നേതാവ് KG മാരാർ അനുസ്മരണ ദിനം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കാസർഗോഡ് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് ടൗൺ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം BJP ദേശീയ സമിതി അംഗം സഞ്ജീവ ഷെട്ടി ഉദ്ഘാടനം ചെയ്തു. P. രമേശ്, S. കുമാർ, സുദാമ ഗോസാഡ, PR സുനിൽ, ഹരീഷ് നാരമ്പാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP നേതാവ് KG മാരാറിനെ കാഞ്ഞങ്ങാട്ടും അനുസ്മരിച്ചു. BJPയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ അടിത്തറ പാകുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് KG മാരാർ എന്ന് മടിക്കൈ കമ്മാരൻ പറഞ്ഞു. ഒട്ടനവധി ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ KG മാരാർ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസാധാരണമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനമാണ് മാരാർജിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. RSS എന്ന് പറയുന്നത് ഒരു കാലത്ത് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതായി. RSS എന്ന് പറയുന്ന സാധനം ഇവിടെ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ശാഠ്യം പിടിച്ച AK ഗോപാലിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വളരെയധികം സ്വാധീനമുള്ള മേഖലയായിരുന്നു കേരളം. ആ AK ഗോപാലിനെ പോലെ വളരെ വലിയ ജനസ്വാധീനമുള്ള വ്യക്തിത്വങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട്
അന്നത്തെ ആ കാലഘട്ടത്തിൽ ഭാരതീയ ജനസംഘത്തെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ, BJP കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഇ കൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് കൊവ്വൽ ദാമോദരൻ, SK കുട്ടൻ, സുകുമാരൻ കാലിക്കടവ്, ശങ്കരൻ വാഴക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി വി കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും CK വത്സൻ നന്ദിയും പറഞ്ഞു. വൈദ്യുതി പോസ്റ്റ് വാടക 17 രൂപയിൽ നിന്നും 311 രൂപയായി വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റർമാർ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. ഏപ്രിൽ 29 മുതൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും. കേബിൾ TV മേഖലയിൽ ജനങ്ങൾക്ക് മികച്ചതും കാര്യക്ഷമവുമായ സേവനം ലഭ്യമാക്കാൻ COAയും ഓപ്പറേറ്റർമാരും രാപ്പകൽ ശ്രമിക്കുന്നതിനിടയിലാണ് വൈദ്യുത വകുപ്പിന്റെ ഇരുട്ടടിയുണ്ടായതെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. കേബിൾ വലിക്കുന്നതിനുള്ള വൈദ്യുത പോസ്റ്റുകൾക്ക് 17 രൂപ ഉണ്ടായിരുന്നത് UDF സർക്കാരിന്റെ കാലത്ത് 311 രൂപയായി വർദ്ധിപ്പിച്ചതാണ് പ്രതിഷേധ സമരങ്ങൾക്കിടയാക്കിയത്. കോർപ്പറേറ്റുകളെയും വൻകിട പ്രമാണിമാരെയും സഹായിക്കുവാനും കൂടുതൽ സമ്പന്നരാക്കാനും വേണ്ടിയുള്ള സർക്കാർ നടപടിയാണ് ഇതെന്നും ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ സഹായിക്കുന്നതിന് പകരം അവരെ തകർക്കുന്ന നയമാണ് ഇപ്പോഴത്തേതെന്നും COA ആരോപിച്ചു. ടിവിയിൽ വൈവിധ്യമാർന്ന ചാനലുകൾ ആസ്വദിക്കുന്നതിന് വൻതുക ഈടാക്കാതെ ചെറിയ വരിസംഖ്യയിൽ പിടിച്ചു നിർത്തുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നിരന്തരമുള്ള ഇടപെടലുകളാണ്. DTH സംവിധാനം വ്യാപകമാക്കാൻ കോർപ്പറേറ്റുകൾക്ക് വഴിയൊരുക്കുകയെന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ഇതിനെതിരെ ജനകീയ പ്രതിരോധം വളർന്നു വരണമെന്നും COA ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ അടിച്ചമർത്തിക്കൊണ്ട് കുത്തക കമ്പനികളുടെ കൈകളിലേക്ക് ഈ കേബിൾ TV രംഗം തീരെഴുതി കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്ന് നമുക്കുറച്ച ബോധ്യമുണ്ട്. KSUBയുടെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് നേരത്തെ വൈദ്യുതി സർക്കിൾ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. തുടർന്ന് കരുതിരാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി 1 മണിക്കൂർ ചാനലുകൾ ഓഫാക്കിയതും ശ്രദ്ധിക്കപ്പെട്ടു. തുടർ സമരം എന്ന നിലയിൽ ഏപ്രിൽ 29 മുതൽ അനിശ്ചിതകാല നിരാഹാരമാണ് ആരംഭിക്കുന്നത്. വൈദ്യുത വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്താനിരിക്കുന്ന സമരത്തിന് വ്യാപകമായ ജനപിന്തുണ ലഭിക്കുമെന്ന് ഉറപ്പാണെന്ന് COA സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ പറഞ്ഞു. ഈ മാസം 29-ാം തീയതി മുതൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ വീട്ടുപടിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റും അടക്കം കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ക്രിക്കറ്റ് ലഹരിയിൽ ബോബിക്കാനം. ബാലനടുക്കം പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ശനിയാഴ്ച മൗലാന അബുൽ കലാം ആസാദ് മിനി സ്റ്റേഡിയത്തിൽ നടക്കും. 3 ഫ്രാഞ്ചൈസികളിലായിട്ടാണ് ടീമുകൾ മാറ്റുരയ്ക്കുന്നത്. അബുദാബിയിലും ഷാർജയിലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ആവേശം വിതറുമ്പോൾ ബോബിക്കാനം ബാലനടുക്കം പ്രീമിയർ ലീഗിന്റെ ലഹരിയിലാണ്. നാടും നഗരവും ക്രിക്കറ്റ് ലഹരിയിലായി കഴിഞ്ഞു. ബോബിക്കാനം ടൗണിൽ ഉടനീളം ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞിരിക്കുന്നു. കാറിലും മറ്റു വാഹനങ്ങളിലുമെല്ലാം BPLന്റെ പൊലിമ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. 3 ഫ്രാഞ്ചൈസികളായിട്ട് നിരവധി പ്രമുഖ താരങ്ങൾ കളത്തിലിറങ്ങും. ലേലത്തിലൂടെയാണ് കളിക്കാരെ തെരഞ്ഞെടുത്തത്. മത്സരത്തിന്റെ മുന്നോടിയായി പ്രദർശന മത്സരങ്ങളും അരങ്ങേറും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമരംഗത്തെ പ്രമുഖരാണ് വിവിധ ടീമുകൾക്കായി പാഡ് കെട്ടുക. കാർഗിൽ ടൈഗേഴ്സ്, കാർഗിൽ സൂപ്പർ സ്റ്റാർ, കാർഗിൽ ഫൈറ്റേഴ്സ് എന്നീ ഫ്രാഞ്ചൈസികളാണ് മേളയെ സമ്പന്നമാക്കുന്നത്. റൌഫ് കാർഗിൽ, KB ഫൈസൽ, ഫാറൂഖ് കാർഗിൽ, അനീഫ് കാർഗിൽ എന്നിവരാണ് മത്സരത്തിന് ചുക്കാൻ പിടിക്കുന്നത്. പൂർണ്ണമായും IPL മാതൃകയിലാണ് മത്സരം നടക്കുക. പ്രീമിയർ ലീഗിന്റെ അവസാന ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ശനിയാഴ്ച 4 മണിക്ക് സൗപർണിക ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന റൂട്ട് മാർച്ചോട് കൂടിയാണ് ഞങ്ങളുടെ പരിപാടി ആരംഭിക്കുന്നത്. വിവിധ മാസങ്ങളായി ഇതിന്റെ ഒരുക്കങ്ങൾ ഇതിന്റെ മുമ്പോട്ട് ഞങ്ങൾ പോവുകയാണ്. വിവിധ ഫ്രാഞ്ചൈസികളായി 4 ടീമാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെലിബ്രിറ്റി ക്രിക്കറ്റും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാത്രി പകലായി മാറുന്ന ക്രിക്കറ്റ് ലഹരിക്കായി ഓരോ മനസ്സും ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹമീദ് സൂഫി ഇനിയും തിരിച്ചെത്തിയില്ല. മഞ്ചേശ്വരം ഹൊസബെട്ടു ഗുഡ്ഡഗേരിയിലെ ഹമീദ് സൂഫിയെ 9 ദിവസം മുൻപാണ് കാണാതായത്. 32-കാരനായ ഹമീദിനെയും കാത്ത് കണ്ണീരും പ്രാർത്ഥനയുമായി കഴിയുകയാണ് ഒരു കുടുംബം. വിവാഹത്തിന് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ എടുക്കുവാൻ ഉപ്പളയിലേക്ക് പോയതായിരുന്നു ഹമീദ്. വിവാഹാന്തരീക്ഷം ആഹ്ലാദം നൽകിയ കുടുംബത്തിന് വേദന നൽകി ഹമീദ് സൂഫി പിന്നീട് തിരിച്ചു വന്നില്ല. കഴിഞ്ഞ 17-നായിരുന്നു ഹമീദ് 50,000 രൂപയുമായി കുടുംബാംഗങ്ങൾക്കും തനിക്കും കല്യാണത്തിന് അണിയുവാനുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നതിനായി ഗുഡ്ഡഗേരിയിൽ നിന്നും ഉപ്പളയിലേക്ക് പോയത്. എന്നാൽ അന്ന് ഏറെ വൈകുവോളം കാത്തിരുന്നിട്ടും ഹമീദ് തിരിച്ചെത്തിയില്ല. പിറ്റേന്ന് മുതൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീട്ടിൽ അന്വേഷണം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം.
ഇതേ തുടർന്ന് കുടുംബാംഗങ്ങൾ മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. ദിവസങ്ങൾ 9 കഴിഞ്ഞിട്ടും പോലീസിനും ഹമീദ് സൂഫിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ ഹമീദ് ഗൾഫിൽ ജോലി ചെയ്തു വരികയായിരുന്നു. വിവാഹത്തിനു വേണ്ടി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാട്ടിലെത്തിയതായിരുന്നു ഹമീദ്. എന്നാൽ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹമീദിനെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുകയായിരുന്നു. കണ്ണീരും പ്രാർത്ഥനയുമായി കഴിയുന്ന കുടുംബാംഗങ്ങൾ ഹമീദിന്റെ തിരിച്ചുവരവിനായി നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബശ്രീ കൂട്ടായ്മകൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പിച്ച് വളർച്ചയുടെ പടവുകളിലേക്ക്. കുടുംബശ്രീ കൂട്ടായ്മകൾ ഉറപ്പുവരുത്തുന്നത് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയാണെന്നാണ് വിലയിരുത്തൽ. കുടുംബശ്രീയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ സ്വരശ്രീ കുടുംബശ്രീ വാർഷിക ജനറൽ ബോർഡ് യോഗം ചേർന്നത്. സി ബാലാമണിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗം എം സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഷൈജമ ബെന്നി, ADS പ്രസിഡന്റ് കെ ദേവി, ബീനാകുമാരി, പുഷ്പ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അർജുനെ ചടങ്ങിൽ അനുമോദിച്ചു. ബാലസഭാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മാലിന്യ പ്രശ്നത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ കൃത്യമായി ഇടപെടുന്നില്ലെന്ന് ആരോപണം. വ്യാപാരി സംഘടനകളും പ്രക്ഷോഭത്തിലേക്ക്. കാഞ്ഞങ്ങാട് നഗരത്തിലെ മാലിന്യ നീക്കം നിലച്ചതോടെ ദുരിതത്തിലായത് നഗരയാത്രികരും വ്യാപാരികളും. നാൾക്ക് നാൾ കൂടിവരുന്ന മാലിന്യ കൂമ്പാരം കാഞ്ഞങ്ങാട് നഗരത്തിലെത്തുന്നവരെ ശ്വാസം മുട്ടിക്കുകയാണ്. നഗരയാത്രികർക്ക് നടന്നുപോകാൻ പോലും കഴിയാത്ത വിധം മാലിന്യത്താൽ നിറഞ്ഞിരിക്കുകയാണ് നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം. മാലിന്യം കൊണ്ടുപോകുന്നത് നിലച്ചതോടെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. മാലിന്യം കത്തിക്കുന്നത് അന്തരീക്ഷത്തിന് ഏറെ ദോഷകരമാണെങ്കിലും ആരോഗ്യവകുപ്പും ഇത്തരം പ്രശ്നങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. മാലിന്യ പ്രശ്നം മർച്ചൻസ് അസോസിയേഷൻ പല ആവർത്തി മുനിസിപ്പൽ അതോറിറ്റിയുമായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. പലപ്പോഴും എല്ലാ മീറ്റിങ്ങുകളിലും പലതരത്തിലുള്ള പ്രപ്പോസലുകളും ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ഇതേവരെ നടപ്പാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ മഴക്കാലം വരികയാണ്. ഇപ്പോഴാണെങ്കിലും മാലിന്യങ്ങളെല്ലാം അടിച്ചുകൂട്ടി ഓരോ സ്ഥലങ്ങളിൽ ഡംപ് ചെയ്യുന്നു. അവിടെ ചീഞ്ഞു നാറുന്ന ഈ അവസ്ഥയിൽ ഈ ഒരു മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകൾ അതീവ ഗുരുതരമാണ്. നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ മാലിന്യം ഓരോ സ്ഥലങ്ങളിലും കൂട്ടിയിട്ട് അവിടെ മഴ പെയ്താലുണ്ടാകുന്ന അവസ്ഥയെപ്പറ്റിയും അതിൽ നിന്നൊഴുകുന്ന വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന കൊതുകുകളും എല്ലാം ഗുരുതരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയും നമ്മൾ ഇവിടെ വസിക്കുന്ന ജനങ്ങളും എത്തിച്ചേരും എന്നതിന് യാതൊരു സംശയവുമില്ല. ആജാനൂർ പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് കാഞ്ഞങ്ങാട് നഗരസഭ നിസ്സംഗത പാലിക്കുന്നത്. കുന്നുകൂടിയ മാലിന്യം ചീഞ്ഞുനാറി തുടങ്ങിയതോടെ കാൽനടയാത്ര പോലും ദുസ്സഹമായി തീർന്നിട്ടുണ്ട്. വിഷുവിപണി ഒഴിഞ്ഞപ്പോൾ ബാക്കിയായ മാലിന്യങ്ങൾ ഫുട്പാത്തിലെ ഓടയിൽ തള്ളിയത് മഴക്കാലം എത്തുന്നതോടെ പുതിയ പ്രശ്നത്തിനാവും വഴി തുറക്കുന്നത്. ചമ്മട്ടം വയലിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് മാലിന്യം കത്തിച്ചു കളയുന്ന സംവിധാനം ഒരുക്കിയെങ്കിലും അശാസ്ത്രീയമായ രീതിയിലായതിനാൽ ഇതിന്റെ പ്രവർത്തനവും നിലച്ചു. ഇതോടെ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനവും ഇല്ലാതായി. പ്രശ്നപരിഹാരത്തിന് വ്യാപാരി സംഘടനകളടക്കം രംഗത്ത് വന്നെങ്കിലും നഗരസഭ നടപടികൾ ആരംഭിച്ചില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ മാട വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കലവറ ഘോഷയാത്രകൾ ക്ഷേത്രത്തിലെത്തി. മടിക്കൈ മാടം വേട്ടക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 27 വേട്ടയ്ക്കൊരുമകൻ ഈശ്വരൻ, പുല്ലൂരാളി, ചാമുണ്ടി, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടും. രാത്രി 12 മണിക്ക് ആലമ്പാടി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തെയ്യം വരവ് നടക്കും. ഏപ്രിൽ 28 ഉച്ചയ്ക്ക് 12 പുല്ലൂരാളിയുടെ പുറപ്പാട്. ഏപ്രിൽ 29 ഉച്ചയ്ക്ക് 12 മണിക്ക് ഊർപ്പഴശ്ശിയുടെ പുറപ്പാട്. വൈകിട്ട് 3 വേട്ടയ്ക്കൊരുമകൻ ഈശ്വരന്റെ പുറപ്പാട് നടക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. വീട്ടമ്മയ്ക്ക് മർദ്ദനമേറ്റു. ആരിക്കാടി കോരിക്കണ്ടത്തെ ലക്ഷ്മിക്കാണ് മർദ്ദനമേറ്റത്. കുമ്പള ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കാറും ബൈക്കും കൂട്ടിയിടിച്ച് മരിച്ച ദൈഗോളിയിലെ ഫാരിസിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കഴിഞ്ഞ ദിവസം കർണാടക കന്യാനയിലായിരുന്നു അപകടം. റഹ്മാനിയ നഗർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ശനിയാഴ്ച നടക്കും. യാസ്ക് ഗ്രൗണ്ടിലാണ് മത്സരം അരങ്ങേറുന്നത്. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ കുടുംബമേള മെയ് 25 നടക്കും. വൻ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. നവീകരിച്ച ഷിഫ സാദിയ ഹോസ്പിറ്റൽ ഉദ്ഘാടനം 27 നടക്കും. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ അനുഭവവുമായി പ്രസിദ്ധി നേടിയ ഫിറ്റിക്കോ ആൻഡ് മെർജ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ആധുനിക രീതിയിൽ നവീകരിച്ച ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇതിനകം നിരവധി ആസ്പത്രികൾ തുടങ്ങിയ ഫിറ്റ്കോ മെർജ് ഗ്രൂപ്പിന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രഥമ സംരംഭമാണ് സഹദിയ ഹോസ്പിറ്റൽ. സൗഹാർദ്ദാന്തരീക്ഷത്തിൽ കുടുംബ ഹോസ്പിറ്റലായാണ് ദേളിയിൽ ആരംഭിക്കുന്നത്. ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ട്രോമ കെയർ, ജനറൽ മെഡിസിൻ, ഹോമിയോപ്പതി, ആയുർവേദം, ഡെന്റൽ എന്നീ വിഭാഗങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിക്കും. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചിലവിൽ പ്രസവം, സ്ത്രീരോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സാ സംവിധാനമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ അനുഭവമായി പ്രസിദ്ധി നേടിയ ഫിറ്റ്കോ ആൻഡ് മെർജ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആധുനിക രീതിയിൽ നവീകരിച്ച ദേളി സാദിയ ഷിഫ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 27 പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത പ്രസിഡന്റും ജാമിയ സാദിയ ചാൻസലറുമായ നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സാധാരണക്കാർക്കും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇതിനകം നിരവധി ആശുപത്രികൾ തുടങ്ങിയ ഫിറ്റ്കോ മെർജ് ഗ്രൂപ്പിന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രഥമ സംരംഭമാണ് ഷിഫ സാദിയ. ഗൈനക്കോളജി, പീഡിയാട്രിക്, ട്രോമ കെയർ, ജനറൽ മെഡിസിൻ, ഹോമിയോപ്പതി, ആയുർവേദം, ഡെന്റൽ ഇങ്ങനെ ഹോളിസ്റ്റിക് അപ്രോച്ചുമായി എല്ലാ വിഭാഗങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിക്കും. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചെലവിൽ പ്രസവ, സ്ത്രീരോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സാ സംവിധാനമാണ് ദേളിയിൽ ഒരുങ്ങുന്നത്. അബ്ദുൽ ഗഫാർ സഹദി രണ്ടത്താണി, ഡോക്ടർ അബൂബക്കർ മുട്ടത്തൊടി, ശ്രീകുമാർ, ഫസൽ സഹദി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി ട്രാൻസ്ഫോർമർ പ്രവൃത്തി പൂർത്തിയാകുവാൻ വൈകുമെന്ന് KSEB. സഹിക്കുക തന്നെ വേണമെന്ന് അധികൃതർ. നിയമങ്ങൾ പാലിച്ചാൽ അപകടമരണങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് ഗതാഗത കമ്മീഷണർ ഋഷിരാജ് സിംഗ്. സംസ്ഥാനത്ത് റോഡപകടങ്ങൾ കുറഞ്ഞതായും ഋഷിരാജ് സിംഗ്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാബു കുര്യാക്കോസ് അറസ്റ്റിൽ. കാസർഗോഡ്, മംഗലാപുരം ഭാഗങ്ങളിൽ നടന്ന 20ഓളം പ്രമാദമായ കവർച്ചാ കേസുകളിൽ തുമ്പുണ്ടായേക്കും. BJPയുടെ സമുന്നത നേതാവ് KG മാരാറിന് അനുസ്മരണം. BJPയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. വൈദ്യുതി പോസ്റ്റ് വാടക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റർമാർ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. ഏപ്രിൽ 29 മുതൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.